ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് വീക്കെൻഡിലെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ. എൻ്റെ വീക്കെൻഡ് ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റവ ഊത്തപ്പവും, പിന്നെ നമ്മൾ പുറത്ത് പോയ ബോട്ട് റൈഡും കുറച്ച് വിശേഷങ്ങളും, അങ്ങനെ ഒരു ദിവസത്തെ എന്തെല്ലാം കാര്യങ്ങളാണെന്ന് നോക്കാം. അപ്പോൾ ഇതാ ഞാനൊരു ചട്നി റെസിപ്പി ആദ്യം കാണിക്കാം. ആദ്യം ഇത് കുറച്ച് ഓയിലിലോട്ട് ഒരു 4-5 വലിയ ഉള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി. അപ്പോൾ തക്കാളി വേണമെന്നൊന്നുമില്ല, വെറും ഉള്ളി ആയാലും മതി. അപ്പോൾ ഇതിന് തേങ്ങ അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചട്നിയാണ്. കുറച്ച് ഉപ്പും പിന്നെ ഒരു 4-5 വറ്റൽ മുളകും ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റുക. അധികം കിടന്നങ്ങ് വാടൊന്നും വേണ്ട, കുറച്ച് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. ഇനി ഫ്ലെയിം ഓഫാക്കി കുറച്ച് ചൂടെല്ലാം പോയതിന് ശേഷം നമുക്കതൊരു മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കണ്ട, അങ്ങനെ തന്നെ നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. ഇനി ആ ഒരു ഉള്ളി വാട്ടിയ പാനിലോട്ട് തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇത്തിരി കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിക്കുക. എന്നിട്ട് ഇതും ആ ചട്നിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ സംഭവം കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിതിനുണ്ടാക്കുന്നത് ഒരു റവ ഊത്തപ്പാണ്. അപ്പം നമ്മൾ ഈ അരിയെല്ലാം സോക്ക് ചെയ്യാൻ മറന്നുപോയാൽ, അല്ലെങ്കിൽ ഇഡ്ഡലി മാവ് വാങ്ങിക്കാൻ മറന്നുപോയാലെല്ലാം നമുക്ക് പെട്ടെന്ന് വീട്ടിലുള്ള സാധനം വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പോൾ ഈ ചട്നിയിൽ ഒന്ന് ചൂടെല്ലാം പോയതിന് ശേഷം ഒരു 2 ടീസ്പൂൺ തൈരും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി വെക്കാം. ഇതെല്ലാം നമുക്ക് തലേന്ന് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പിറ്റേന്ന് പെട്ടെന്ന് നമുക്ക് ഇഡ്ഡലി, ദോശ അങ്ങനെ എല്ലാം ചുട്ടെടുക്കാം. അപ്പം അങ്ങനെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊരു ബൗളിലോട്ട് 1 കപ്പ് തൈര്, റവ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് തൈര്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി ഞാൻ ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കലക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ തരി എത്ര എടുക്കുന്നോ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കുക. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് കട്ടിയായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഒരു നമ്മൾ പാൻ കേക്കിൽ ഉണ്ടാക്കൂലേ അതെല്ലാം പോലത്തെ. അപ്പോൾ ഇത് തരി ആയതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുന്നതെല്ലാം പെട്ടെന്ന് വലിച്ചെടുക്കും. അപ്പം നോക്കുക, ഈ ഒരു കട്ടി മതിയാവും. ഞാനിപ്പോൾ അത്രേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, 1 കപ്പ് ഫുള്ളായിട്ട് ഒഴിച്ചിട്ടില്ല. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റ് അവിടെ മാറ്റി വെക്കാം. ഇനി കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പകുതി ഉള്ളി, പകുതി ക്യാരറ്റ്, ഒരു ഇത്തിരി കഷ്ണം ക്യാബേജ്. അതൊന്നും നിർബന്ധമില്ല, ഞാനത് എൻ്റെ അടുത്തുള്ളതുകൊണ്ട് തീരട്ടെ എന്ന് വിചാരിച്ചിട്ടങ്ങ് ഇട്ടതാണ്. പിന്നെ ക്യാപ്സിക്കം, അത് 3 കളറും വേണമെന്നൊന്നുമില്ല, ഏതെങ്കിലും ഒന്നായാലും മതി. അതിൻ്റെ ഒരു 1/4 ഭാഗം ഒന്നിൻ്റെ അതും എല്ലാം ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ വഴറ്റിയെടുക്കണമെന്നൊന്നും ഇല്ല, നിങ്ങൾക്കിത് അങ്ങനെ തന്നെ പച്ചവട തന്നെ ഇട്ടിട്ടും ഉത്തപ്പം ഉണ്ടാക്കുക. സാധാരണ നമ്മളങ്ങനെ ഉത്തപ്പത്തില്ലല്ലോ. പക്ഷെ ഞാനിത് കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1 ടീസ്പൂൺ താഴെ മുളക് പൊടി, കുറച്ച് മതി, അതും ഇട്ടിട്ട് കുറച്ചൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും കൂടി ചോപ്പ് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുക. എന്നിട്ടെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇത്രയേ വാട്ടേണ്ട ആവശ്യമുള്ളൂ, കുറേ നേരമൊന്നും വേണ്ട. ഇനിയിപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ തരിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഉപ്പെല്ലാം ഉണ്ടോ എന്ന് നോക്കണം.
വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഇത്തിരി എന്താ പറയുക വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് നല്ലോണം എല്ലാ ഭാഗത്തും എന്താ പറയുക എല്ലാം മിക്സാക്കി കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവാൻ. ഇനിയിപ്പോൾ ഇത് ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇതാ പാൻ ചൂടായി അതിലേക്കൊരു ഇത്തിരി എന്താ പറയുക നെയ്യ് ഒഴിച്ച് കൊടുക്കുക. 6 kg ഓയിലോ അങ്ങനെ എന്തെങ്കിലും കുറച്ച്. എന്നിട്ടൊരു സ്പൂണ് കട്ടിയോടുകൂടി തന്നെ കോരി ഒഴിക്കുക. ഞാൻ പറഞ്ഞല്ലോ ഇത് നേരത്തെ ഒരു നമ്മൾ പാൻ കേക്കെല്ലാം ഉണ്ടാക്കുന്ന പോലെ കൂടുതൽ ഇങ്ങനെ പരത്തി കൊടുക്കൊന്നും വേണ്ട, കുറച്ച് തടിയിലുണ്ടാവും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരി ഒന്ന് ലൂസാക്കിയിട്ട് ഇത്തിരി വണ്ണത്തിലെല്ലാം എന്താ പറയുക പരത്തിയിട്ടെല്ലാം ചുട്ടെടുക്കുക. പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസം ഉണ്ടാവാൻ. അപ്പോൾ ഇതാ ഓയിൽ എങ്ങോട്ടല്ലോ പോയി. എന്നിട്ടൊന്ന് കുറച്ചൊന്ന് മൂടിക്കൊടുക്കുക. ഇത് തരിയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ ചെറിയ തീയിൽ വേണം വെക്കാൻ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ആദ്യം ഓയിൽ ഒഴിക്കണമെന്നൊന്നുമില്ല, വേണമെങ്കിൽ ഇതിൻ്റെ മേലെ ഒന്ന് പുരട്ടി കൊടുത്താലും മതി. 2 സൈഡിലും 2 സൈഡും ഒന്നിങ്ങനെ എന്താ പറയുക ചുട്ടെടുക്കാം. ഇത് ഭയങ്കര ഈസിയാണ്. ഇത് 2 സൈഡും നല്ല എന്താ പറയുക നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അതവിടെ മാറ്റി വെക്കാം. ഇനി അടുത്തത് നമുക്ക് ഇതേപോലെ ഒഴിച്ച് കൊടുക്കാം. കണ്ടിങ്ങനെ അധികം പരത്താണ്ട് കുറച്ച് തടിയിൽ. എന്നിട്ട് വീണ്ടും ഇത് മൂടിക്കൊടുക്കുക. 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും മറിച്ചിടാം. കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല രസമാണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഊത്തപ്പം. പിന്നെ ഇതിൻ്റെ മേലെ ഇപ്പം ഞാൻ എന്താ പറയുക ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. 2 സൈഡും ഓയിലെല്ലാം ഒഴിച്ച് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ചുട്ടെടുക്കാം. അങ്ങനെ നെയ്യ് ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ചൊന്ന് പുരട്ടി കൊടുക്കാം. പിന്നെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്കിതെടുക്കാം. കണ്ടോ, നല്ല അടിപൊളി റവ ഉത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാനെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പാടെ തന്നെ കഴിക്കുക ചൂടോടെ. അപ്പോൾ ഇതിനിതാ ഞാൻ ഉണ്ടാക്കിയ ചട്നിയും പിന്നെ ഇന്നലത്തെ കുറച്ച് സാമ്പാറും കൂടി ഉണ്ടായിന്, അതും കൂടി കൂട്ടി ഇതായിരുന്നു നമ്മളെ വീക്കെൻഡ് ബ്രേക്ക്ഫാസ്റ്റ്. ശരിക്കും എന്താ പറയുക നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, ഒരു പണിയില്ല. ഇനി അരി അരക്കലും എന്താ പറയുക അരി കുതിർക്കാനിടലും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എപ്പോഴെങ്കിലെല്ലാം എന്താ പറയുക വല്ലപ്പോഴൊന്ന് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പം അങ്ങനെ റവ ഉത്തപ്പം എന്താ പറയുക നമ്മളങ്ങനെ സാമ്പാറും ചട്നിയും എല്ലാം കൂട്ടി കഴിച്ചു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇതാ നമ്മൾ വൈകിട്ടൊന്ന് പുറത്തിറങ്ങിയ വിശേഷങ്ങളാണ് ഇനിയുള്ളതെല്ലാം. അങ്ങനെ വൈകിട്ട് ഇറങ്ങിയപ്പോൾ ഇതാ പുറത്തിറങ്ങിയാൽ പിന്നെ നമുക്കൊരു ചായ കൂടി നിർബന്ധമാണല്ലോ. അങ്ങനെ ഇതാ അടുത്ത് തന്നെ ഒരു ചായയും സമൂസ എല്ലാം വാങ്ങി വണ്ടിയിൽ തന്നെ എല്ലാവരും കഴിച്ച് പിന്നെ നമ്മൾ നേരെ ഫെസ്റ്റിവൽ സിറ്റിയിലോട്ട് പോയി. അപ്പം ക്രിസ്മസ് എല്ലാം വരികയല്ലേ, അപ്പോൾ അതിൻ്റെ ആഘോഷങ്ങളാണ് എല്ലായിടത്തും. ഫുൾ കേക്കും ക്രിസ്മസ് ട്രീയും എല്ലാം ആയിട്ട്. പിന്നെ അവിടെ പോയിട്ട് ചുമ്മാ ഒന്ന് കറങ്ങി ഐക്കയിലെല്ലാം ഒന്ന് കയറി. അവിടെ പിന്നെ പുറത്ത് ഭയങ്കര ആളായിരുന്നു. അവിടെ എക്സ് ഫാക്ടറിൻ്റെ ഷോ എല്ലാം നടക്കുന്നുണ്ട്, അതിന് പാട്ടെല്ലാം. പിന്നെ അതെല്ലാം കുറച്ച് നേരം കണ്ട് വീഡിയോ എല്ലാം എടുത്ത് പിന്നെ നമ്മൾ ബോട്ട് റൈഡിന് പോകാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങി. അപ്പോൾ അവിടെ എല്ലാം എന്താ പറയുക കുറേ നടന്നിട്ട് ആ സ്ഥലത്ത് എത്തിയത് തന്നെ. തിരിച്ചു പോകുന്നെല്ലാം വിചാരിച്ചിരുന്നു, ഭയങ്കര ആളെല്ലാം ഉള്ളതുകൊണ്ട്. പിന്നെ എന്തായാലും വന്നതല്ലേ, എന്തായാലും ബോട്ടിൽ കയറിയിട്ട് തന്നെ പോകാമെന്നുള്ളതുകൊണ്ട് അങ്ങനെ അവിടെ നിന്ന് കുറച്ച് പാട്ടെല്ലാം കണ്ട് കേട്ട്
പിന്നെ നമ്മൾ ഇതാ ബോട്ട് റൈഡിൻ്റെ അടുത്തെത്തി. അവിടെ ആണെങ്കിൽ ഒരു കല്യാണം നടക്കുന്നുണ്ടായിരുന്നു. പഞ്ചാബിയോ സിന്ധികളോ അങ്ങനെ ആണെന്ന് തോന്നും. പിന്നെ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, അതുകൊണ്ട് പിന്നെ അവിടുത്തെ കല്യാണത്തിൻ്റെ ഒരു തിരക്കും പുറത്ത് നമുക്ക് ഉള്ളിലൊന്നും കയറാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഫുൾ അവരെ ഡ്രസ്സും അവരെ എന്താ പറയുക സ്റ്റൈലും അതെല്ലാം നമ്മളിങ്ങനെ നോക്കി നിന്നു. അവിടെ കുറേ ആളിങ്ങനെ ക്യൂ നിന്നിട്ടുണ്ടായിരുന്നു ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്യൂ നിന്നതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. അവരെ കല്യാണം നോക്കി നിന്ന് സമയം പോയി. അങ്ങനെ ഇതാ ബോട്ട് വന്നു, നമ്മൾ ടിക്കറ്റെല്ലാം എടുത്ത് ഉള്ളിൽ കയറുമ്പോൾ അവരെന്നോട് പ്രത്യേകം പറഞ്ഞു ഫോട്ടോയും വീഡിയോ ഒന്നും പാടില്ല. പിന്നെ അവർ കാണാണ്ട് ഞാൻ മെല്ലെ കുറച്ച് ഫോട്ടോ എങ്ങനെയല്ലോ എന്താ പറയുക വീഡിയോസ് എല്ലാം കുറച്ചെടുത്ത്. പിന്നെ നമ്മൾ ഇവിടുന്ന് ബോട്ടിൽ കയറി അപ്പുറത്തെ സൈഡിൽ ഇറങ്ങും. പിന്നെ അവിടുന്ന് മെട്രോയിൽ പോകേണ്ടവർ അങ്ങനെ പോകും, അല്ലാത്തവർ വീണ്ടും തിരിച്ച് അടുത്ത ബോട്ടിൽ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. അപ്പോൾ അതായിരുന്നു നമ്മൾ കയറിയ ബോട്ടും. അങ്ങനെ തിരിച്ച് ഇത് അപ്പുറത്തെ സൈഡിലെത്തി നമ്മൾ അടുത്ത ബോട്ടിനായിട്ട് വെയിറ്റ് ചെയ്യാണ് ഉള്ളിൽ. അപ്പോൾ നമ്മളെ വിളിക്കുമ്പോൾ നമ്മളും പോവും, വീണ്ടും അടുത്ത ബോട്ടിൽ കയറി നമ്മൾ തിരിച്ച് എന്താ പറയുക വന്ന സ്ഥലത്ത് തന്നെ പിന്നെ ഇറങ്ങും. അത്രയേ ഉള്ളൂ, ചുമ്മാ ഒരു രസം. അങ്ങനെ ഇതാ നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി വീണ്ടും വന്ന സ്ഥലത്ത് പഴയ സ്ഥലത്ത് തന്നെ എത്തി, ഫെസ്റ്റിവൽ സിറ്റി തന്നെ. അങ്ങനെ വീണ്ടും അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറി. പിന്നെ നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ലേറ്റായി, രാത്രിയായി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ ഇവിടെ നിന്ന് കറാമിലേക്ക് പോയി. കറാമയിൽ പോയിട്ട് നമ്മൾ അവിടെ നിന്ന് നല്ല എന്താ പറയുക നാടൻ ഫുഡെല്ലാം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കറാമയിലെത്തി. എത്തിയപ്പോൾ പിന്നെ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു എവിടെ നിന്ന് കഴിക്കണം അങ്ങനെ, കാരണം ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് അവിടെ കറാമയിൽ. അങ്ങനെ അവിടെ നിന്ന് കുറേ നോക്കി നമ്മളങ്ങനെ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറുകയാണ്. ആദ്യം തന്നെ ഇതാ വെൽക്കം ഡ്രിങ്ക് വന്നു. ബത്തക്ക ജ്യൂസിനെല്ലാം ഇതുവരെ ഇല്ലാത്തൊരു ടേസ്റ്റായിരുന്നു അവിടെ നിന്ന് കഴിച്ചപ്പോൾ. അങ്ങനെ സ്റ്റാർട്ടറും സാലഡും ആദ്യം എത്തി. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നത് കൊണ്ടാണോ എന്നറിയില്ല, കൊണ്ടുവന്നതും അത് കാലിയായി. പിന്നെ ഇത് ഫുഡെല്ലാം വന്നിട്ടുണ്ട്. നല്ല നാടൻ ചട്ടിക്കറിയും ബീഫ് റോസ്റ്റും അപ്പം, പൊറോട്ട, പുട്ട്, കള്ളപ്പം അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം അൽഹംദുലില്ലാ നല്ല അടിപൊളിയായിട്ട് ഭക്ഷണമെല്ലാം കഴിഞ്ഞ് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ടൊരു ലൈം ടീയും കൂടി കുടിച്ച് പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീക്കെൻഡ് വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ. അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.